ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കൊച്ചി കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വി.കെ. മിനിമോളുടെ സത്യപ്രതിജ്ഞ കാണാൻ നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി. സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, ആ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതേണ്ടത്. 48 വോട്ടുകളാണ് UDFന് ലഭിച്ചത്. ഇതിൽ ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള ആളുകൾ മിനിമോൾക്ക് വോട്ട് ചെയ്തിരുന്നു. പക്ഷേ മിനിമോളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒപ്പം തന്നെ മിനിമോള് സ്ഥാനം ഏറ്റെടുത്തപ്പോഴും അത് കാണാൻ ദീപ്തി മേരി വർഗീസ് നിന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ദീപ്തി മേരി വർഗീസ് അതിനു മുന്നേ ഇവിടെ നിന്ന് കൗൺസിൽ ഹാൾ വിട്ടു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർ പ്രതിഫലനങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാവുന്നതാണ്. ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവ് മിനിമോൾ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇവിടെ നിന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ന് രാവിലെയും അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, പക്ഷെ അത് എൻ്റെ പാർട്ടി വേദികളിലായിരിക്കും ഞാൻ പറയുന്നത് എന്നുള്ളത്. എന്തായാലും വലിയൊരു പ്രതിഷേധം അവർ അവരുടെ രീതിയിൽ കാണിച്ചു. പക്ഷെ അവർ വോട്ടൊന്നും മാറ്റി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്കോ കാര്യങ്ങൾ പോയില്ല. പക്ഷേ മിനിമോള് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സ്ഥാനം ഏറ്റെടുക്കുന്നത് കാണാൻ ദീപ്തി മേരി വർഗീസ് നിന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, മുൻപ് ടോണി ചമ്മണി മേയറായ ഘട്ടത്തിൽ അന്ന് മേയറാകേണ്ടിയിരുന്ന N. വേണുഗോപാൽ മേയറായില്ല. പകരം അദ്ദേഹത്തെ മാറ്റി ടോണി ചമ്മണി മേയറായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമായിരുന്നത് N. വേണുഗോപാൽ തന്നെയായിരുന്നു. ഇനി വരുന്ന കൗൺസിലിൽ ദീപ്തി മേരി വർഗീസ് പ്രതിപക്ഷമാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ദീപ്തി മേരി വർഗീസിന് ആ കാഴ്ച കാണാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ദീപ്തി മേരി വർഗീസ് വി.കെ. മിനിമോൾ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആ സ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ അവിടെ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയാകാൻ നിന്നില്ല. അതിനു മുന്നേ തന്നെ കൊച്ചി കോർപ്പറേഷന്റെ ഈ കൗൺസിൽ ഹാള് വിട്ട് ദീപ്തി മേരി വർഗീസ് മടങ്ങിയിരിക്കുന്നു. നമ്മൾ പലതവണ ദീപ്തി മേരി വർഗീസിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ സമയത്തും ദീപ്തി ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ദീപ്തിയുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. സൈൻ തുടരുക. മറ്റൊരു വാർത്ത കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട്. പെരുമ്പാവൂർ നഗരസഭയിൽ UDFിലെ കെ സംഗീത ചെയർപേഴ്സണായി 29 അംഗങ്ങളുള്ള നഗരസഭയിൽ UDFന് 16 വോട്ടുകളും LDFന് 11 വോട്ടുകളും ലഭിച്ചു. 2 അംഗങ്ങളുള്ള NDA തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, എന്തായാലും വലിയ മാറ്റങ്ങളൊന്നും പെരുമ്പാവൂരിൽ ഉണ്ടായില്ല. കൃത്യമായി തന്നെ വോട്ടിംഗ് നടന്നു. തീർച്ചയായിട്ടും. അതായത് 29 പേരായിരുന്നു പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്നത്. അതിൽ 16 പേർ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. KS സംഗീത പെരുമ്പാവൂരിലെ വൈസ് ചെയർമാനായി ചെയർപേഴ്സണായി സ്ഥാനം ഏറ്റെടുത്തു. ഒപ്പം തന്നെ 11 വോട്ടുകളാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത്. ആ 11 വോട്ടുകളും ഇടതുമുന്നണിക്ക് എത്തിച്ചു. പക്ഷേ 2 വോട്ടുകൾ NDAക്ക് ഉണ്ടായിരുന്നു. NDA തെരഞ്ഞെടുപ്പിൽ നിൽക്കാതെ അതിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ശരി സഹിൻ, എന്തായാലും സംഗീത ചെയർപേഴ്സണായി പെരുമ്പാവൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.